സ്റ്റഡി ലീവ് ആയതുകൊണ്ട് രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പഠിക്കാൻ എണീക്കുന്നതാണെങ്കിലും പഠിത്തം മാത്രം നടക്കുന്നില്ല. സ്റ്റഡി ലീവൊക്കെ 2 ആഴ്ച ആരെങ്കിലും പഠിക്കുമോ? ഞാനൊക്കെ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എല്ലാ മൊഴികളോട് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞുതരും. എന്താ അറിയത്തില്ല, അവൾ പറയുമ്പോഴത്തേക്കിനൊക്കെ മനസ്സിലാവും. അതതിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ കഥകളൊക്കെ കീപ്പ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ അച്ചാച്ചൻ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്ന ടൈമായതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ആരോട് പറയാൻ. അപ്പോൾ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ചപ്പാത്തിയിലങ്ങ് തുടങ്ങി. അപ്പോൾ അതേ അമ്മച്ചി പാലായിട്ട് വരുന്നു. എന്നാൽ പിന്നെ അതും കുടിച്ച്. പരീക്ഷയൊക്കെ അല്ലേ, ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് റൂമിൽ കയറി. അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിൽ തണ്ണിമത്തങ്ങ. എന്നാൽ പിന്നെ അതും കട്ട് ചെയ്തിട്ട് അതും എടുത്തുകൊണ്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പഠിത്തം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. അങ്ങനെ ഇപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ച് ബുക്ക് തുറന്നപ്പോൾ അതേ ഒന്നും മനസ്സിലാകുന്നില്ല. തോറ്റെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. എന്നാൽ പിന്നെ എന്തായാലും തോക്കുമല്ലോ. എൻ്റെ പാവയായിട്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ച്. പിന്നെ ഉച്ചയ്ക്കത്തെ ചോറും കഴിച്ച്. ഞാൻ വെച്ച ഉരുളക്കിഴങ്ങ് മെഴുക്കൂട്ടി ആയതുകൊണ്ട് വാവ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും കുറച്ച് കഴിച്ച്. തണുപ്പൊക്കെ അല്ലേ, ഐസ്ക്രീമും തണ്ണിമത്തനും കഴിക്കുക. അങ്ങനെ എൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് മേക്കപ്പൊക്കെ ഇട്ട് വന്ന് വീഡിയോയ്ക്ക് നിന്നപ്പോഴത്തേക്കിന് വീഡിയോ ഒന്നും ശരിയാവുന്നില്ല. ചിലത്തെ ശരിയാവും, ചിലത്തെ ശരിയാകത്തില്ല. എന്നാൽ പിന്നെ അതൊക്കെ നിർത്തിയിട്ട് പോയി അങ്ങ് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയൊക്കെ വെച്ച് കുളിച്ചുകൊണ്ടാണെന്നറിയില്ല. പിന്നെ എനിക്ക് വിശന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മുന്തിരിങ്ങ ഇരിക്കുന്നത്. പിന്നെ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാച്ചനും അമ്മച്ചിരിക്കുന്നത്. അവർക്ക് കൊടുക്കാതെ കഴിക്കുന്ന മോശമല്ലേ, എന്നാൽ പിന്നെ അവർക്കും കൊടുത്തു. അവരെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തി. അവർക്കിതൊക്കെ ഇഷ്ടം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നെപ്പോലല്ല, ഭയങ്കര എക്സ്ട്രോവേർട്ട് എല്ലാവരും. സൂര്യൻ്റെ വെട്ടം മുഖത്തോട്ട് അടിക്കുന്നതുകൊണ്ട് ഞാൻ 2 വീഡിയോ അങ്ങ് എടുത്തു. പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചതിൻ്റെ കൂടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.